പ്ലസ് ടു തലത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രധാന വിഷയമായി പഠിച്ച വിദ്യാർത്ഥികൾ ഇപ്പോൾ പ്രതിസന്ധിയിലാണ്. കാലിക്കറ്റ്, MG സർവകലാശാലകളിൽ ബിരുദതലത്തിൽ AI കോഴ്സുകൾ നിലവിലുണ്ടെങ്കിലും നിലവിലെ പ്രവേശന മാനദണ്ഡങ്ങൾ വിദ്യാർത്ഥികൾക്ക് വിനയാവുകയാണ്. മാത്സ്, കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഇൻഫർമേഷൻ ടെക്നോളജി ഈ വിഷയങ്ങളിൽ ഏതെങ്കിലും പ്ലസ് ടുവിന് പഠിക്കണമെന്നതാണ് പുതിയ മാനദണ്ഡം. ഈ ഒരു വാർത്ത കണ്ടപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു അഭിപ്രായം പറയാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്. CBSE സ്ട്രീമിൽ പഠിച്ച കുട്ടികളാണ് ഇപ്പോൾ ഈ നിലവിൽ ഈ പ്രശ്നം നേരിടുന്നത്. കേരളത്തിനകത്തും അതുപോലെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ CBSE സിലബസിൽ പഠിച്ച പ്ലസ് ടു വിദ്യാർത്ഥികളുടെ പാരന്റ്സ് പലരും കോൺടാക്ട് ചെയ്തിട്ട് ഈ ഒരു വിഷയത്തെക്കുറിച്ച് ചോദിച്ചിരുന്നു. കേരളത്തിൽ അവർക്ക് ഡിഗ്രി പഠനത്തിന് BCA പോലുള്ള BSc കമ്പ്യൂട്ടർ സയൻസ് പോലുള്ള കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. ഈ കാര്യത്തോടുള്ള ആദ്യത്തെ ഒരു കാര്യം, കുട്ടികൾ തീർച്ചയായിട്ടും ഇത് പഠനം നടത്തിയ കുട്ടികൾക്ക് ഉപരിപഠനത്തിന് അവസരം കിട്ടേണ്ടത് തന്നെയാണ്. കാരണം അവരുടെ വിലപ്പെട്ട ഒരു അക്കാഡമിക് ഇയർ ഇതുമായി ബന്ധപ്പെട്ട ഈ അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ വലിയ പ്രതിസന്ധിയിലാവും. എന്നാൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കമ്പ്യൂട്ടർ സയൻസിന്റെ മേഖലയിലേക്ക് പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡാറ്റ സയൻസ്, BSc കമ്പ്യൂട്ടർ സയൻസ്, BTech കമ്പ്യൂട്ടർ സയൻസ്, ഇത്തരം ഏറ്റവും മാർക്കറ്റ് ഡിമാൻഡുള്ള ഇത്തരം കോഴ്സുകളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ഒരു കാരണവശാലും +1 +2 പഠനത്തിൽ മാത്സ് ഒഴിവാക്കരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം. രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, മാത്തമാറ്റിക്സ് നമ്മുടെ ന്യൂമറിക്കൽ എബിലിറ്റിയും ലോജിക്കൽ തിങ്കിങ്ങിനെയൊക്കെ വളരെയേറെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു വിഷയം തന്നെയാണ്. അതിന്റെ ഫൗണ്ടേഷനാണ് പലപ്പോഴും കമ്പ്യൂട്ടർ സയൻസിന്റെ ഉപരിപഠനത്തിന് അഥവാ ഡാറ്റാ സയൻസിന്റെയും AI ഒക്കെ ഉപരിപഠനത്തിന് ആവശ്യമുള്ള ഒരു പ്രധാനപ്പെട്ട സംഗതി. നമ്മുടെ ആ ഒരു മേഖലയിൽ നമ്മുടെ ആപ്റ്റിറ്റ്യൂഡിനെ കൂടുതൽ എൻറിച്ച് ചെയ്യാനും അതിനെ മെച്ചപ്പെടുത്താനും ഒക്കെ ഈ മാത്സിന്റെ ഫൗണ്ടേഷൻ ആവശ്യമാണ്. അതുകൊണ്ട് കഴിവതും ഇനി എങ്കിലും മുന്നോട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന, ഈ മേഖലയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ +1 +2 ലെവലിൽ മാത്തമാറ്റിക്സ് കഴിവതും ഒഴിവാക്കാതിരിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. രണ്ടാമത്തേത് രക്ഷിതാക്കളോടാണ്. കുട്ടികളുടെ ഉപരിപഠനം ആഗ്രഹിക്കുന്ന മേഖല ഈ +2 കഴിഞ്ഞിട്ടല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. കഴിവതും 10ാം ക്ലാസ് കഴിഞ്ഞ് 11ലേക്കൊക്കെ എത്തുമ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ എൻക്വയറി രക്ഷിതാക്കൾ നടത്തണം. നിങ്ങൾക്ക് പല തിരക്കുകളുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനാണ് കരിയർ മേഖലയിലുള്ള കൺസൾട്ടൻസും അതുപോലെ കരിയർ ഗൈഡുമാരും അധ്യാപകരും ഒക്കെ ഉള്ളത്. അപ്പോൾ അവരുമായിട്ടൊക്കെ ഒന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ഉപരിപഠനവുമായി ബന്ധപ്പെട്ട നിയമ കാര്യങ്ങളെക്കുറിച്ച് കുറച്ചുകൂടി അവർക്ക് കാഴ്ചപ്പാടുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങളുടെ സമയം ഉപയോഗിച്ചുകൊണ്ട് അല്പസമയം മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് പറ്റാവുന്ന ഈ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ്സിലൊക്കെ വിസിറ്റ് ചെയ്തിട്ട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടും ഇത്തരം കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാൻ സഹായിക്കും. എന്തായാലും ഈ വർഷം കാര്യങ്ങൾ പ്രവേശനം ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് അനുകൂലമായ നടപടി ഒരുപക്ഷെ അധികാരികളുടെ ഭാഗത്തുണ്ടാവുമെന്ന പ്രതീക്ഷയോടുകൂടി എല്ലാ കുട്ടികൾക്കും തുടർന്നുള്ള പഠനത്തിന് എല്ലാ ആശംസകളും നേരുന്നു. വീണ്ടും കാണാം.